എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഡീൽ ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ ക്യാബിനിൽ ഇടയ്ക്ക് കുഞ്ഞു മുഖങ്ങൾ ഓടിക്കേറി വരാറുണ്ട്. അവർക്ക് വയറ് സംബന്ധമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് കുട്ടികളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വലിയ ആൾക്കാർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ, പൊളിച്ചു തേട്ടൽ, വയറുവേദന, ഇതൊക്കെ കുറച്ചുകൂടെ കോമൺ ആയിട്ടും അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം കൂടുതലായിട്ടും കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് കുഞ്ഞു കുട്ടികളുടെ കാര്യങ്ങളും. നമ്മുടെ ഒ പിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള കുഞ്ഞു മുഖങ്ങളും ഓടി വരാറുണ്ട്, ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് വയറുവേദനയാണ് എന്നുള്ളത്. എന്നാൽ ഇവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ കാണാറുമില്ല. ചിലപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടാവും, ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, പാരൻസിന് കോള് വരുന്നുണ്ട്, കുട്ടിക്ക് വയറുവേദനയാണ്, തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുവരണം എന്നുള്ള പറഞ്ഞിട്ടുള്ള ഇടയ്ക്കിടയ്ക്കുള്ള കോളുകൾ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്ത വയറുവേദന. അതുപോലെ തന്നെ ചിലപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കഴല വീക്കം പോലെ കാണുന്നുണ്ടായിരിക്കാം. അതല്ലാത്ത പക്ഷം കുട്ടികൾക്ക് ഇതൊരു കാരണങ്ങളും ഇല്ലാതെ തന്നെ വയറുവേദനകൾ ഒക്കേഷണലി കാണാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് കുട്ടികളുടെ വയറുവേദനയ്ക്ക് കാരണമാകുന്ന ഒരു 10 കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 10 കാര്യങ്ങളെ പറ്റിയിട്ടും, അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടും, നമ്മുടെ കുഞ്ഞു മെഡിസിൻസ് വഴി കുട്ടികളുടെ സന്തോഷത്തോടു കൂടി ഈ വയറുവേദനയെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതും എല്ലാമാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഒന്നാമത്തെ കാരണം തന്നെ നമുക്ക് നോക്കാം. ഞാൻ ഓരോരോ കാരണങ്ങൾ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ്, അതായത് മലബന്ധം. ഒരു പക്ഷേ നിങ്ങളുടെ കുട്ടി ദിവസം ടോയ്ലറ്റ് പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള സമയത്ത് ടോയ്ലറ്റ് പോവാത്തത് കൊണ്ടും വരെ ഇന്ന് കുഞ്ഞു കുട്ടികളിൽ വയറുവേദന കാണാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു പക്ഷെ അവർക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് പലപ്പോഴും ഈ കുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോവും, കുറച്ച് മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവാതെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോരുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇത്തരത്തിലുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും ഈ മലം വയറിൽ കെട്ടിക്കിടക്കാൻ ഇടയാവാറുണ്ട്. ഇതുകൊണ്ട് ഒരു പക്ഷേ വയറിൽ വേദന വരാം. അതുപോലെ തന്നെ ദിവസവും ടോയ്ലറ്റ് പോകുന്നുണ്ടാവും, പക്ഷെ അത് പല സമയങ്ങളിലായിരിക്കും. കുട്ടികൾ ചിലപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ, ഇപ്പോൾ ശനി ഞായറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് പോവും, രാവിലെ കിടന്നുറങ്ങുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള സമയങ്ങളിലൊക്കെ ടോയ്ലറ്റിൽ പോകുന്നൊരു ഹാബിറ്റ് പലപ്പോഴുമായിട്ട് കുട്ടികളിൽ കാണാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലും നമ്മൾ മോഷനും അതുപോലെ തന്നെ വയറിൻ്റെ ചലനങ്ങളും കറക്റ്റ് ആവാത്തത് കൊണ്ടും ഈ വയറുവേദനയ്ക്ക് കാരണമാവാറുണ്ട്. അപ്പോൾ ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ 1.5-2 വയസ്സാവുമ്പോൾ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് അവർക്ക് പോട്ടി ട്രെയിനിങ് കൊടുക്കുക. കറക്റ്റ് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ടോയ്ലറ്റ് പോകാനുള്ളൊരു ട്രെയിനിങ് കുഞ്ഞു കുട്ടിയാകുമ്പോൾ തന്നെ കൊടുക്കുന്നത് ഒരു പരിധി വരെ ഇത്തരത്തിലെ വയറുവേദനേൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്ന് നോക്കാം. അത് നമ്മളുടെ വലിയ ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന അതേപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും, കുഞ്ഞു കുട്ടികൾക്ക് എങ്ങനെ ഗ്യാസ് വരുമോ, അവരെപ്പോഴും ഓടിച്ചാടി കളിച്ച് നടക്കുന്നതല്ലേ. ചില കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കുറച്ച് കുറവായിരിക്കും, അപ്പോഴും ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാം. അതല്ലാത്ത പക്ഷം എങ്ങനെ ഗ്യാസ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾക്ക് പാല് ഒരു അലർജി കണ്ടൻ്റ് ആയിട്ട് കാണാറുണ്ട്. എല്ലാവർക്കും എന്നുള്ളതല്ല, പക്ഷേ ഈ പാല് പൊതുവെ ഒരു 65% ആളുകൾക്കും പാല് അലർജിയാണ്, അല്ലെങ്കിൽ പാലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെയാണ് കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പാരൻസ് നിർബന്ധിച്ച് ഒരു ഗ്ലാസ് പാല് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, റിക്കറൻ്റ് ആയിട്ട് പാല് കൊടുക്കുന്ന കുട്ടികളിലോ അല്ലെങ്കിൽ വയറുവേദന വേറൊരു കാരണങ്ങളും കാണുന്നില്ല, പിന്നെയും വയറുവേദന കാണുന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ ഒന്ന് പാല് സ്റ്റോപ്പ് ചെയ്ത് നോക്കുക. എന്നിട്ടും കുട്ടികളിൽ വയറുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ മതി ഫർദർ തിങ്കിങ്. അതുകൊണ്ട് മാറുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുട്ടിക്ക് പാലിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഇത്തരത്തിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാം. പിന്നെ മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടോയ്ലറ്റ് ഹാബിറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മലം കെട്ടിക്കിടന്നിട്ടും ഇത്തരത്തിൽ ഗ്യാസ് തിങ്ങി നിറഞ്ഞിട്ടും വയറിൽ കോളിക്കുകൾ അല്ലെങ്കിൽ പെയിൻ കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. ഇനി മൂന്നാമത്തെ കാരണം എന്താണെന്നുള്ളത് നോക്കാം. മൂന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്ട്രെസ് എന്നുള്ളത്. വലിയ ആൾക്കാർക്ക് മാത്രമല്ലല്ലോ സ്ട്രെസ്സ്, കുഞ്ഞു കുട്ടികൾക്കും സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിലിയിൽ നിന്നാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ
താമസിക്കുന്ന അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സോഷ്യലി ആയിട്ടുണ്ടാകുന്ന സ്ട്രെസ്സും പലപ്പോഴും കുട്ടികൾക്ക് ഇത്തരത്തിലൊരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കോളിക് അല്ലെങ്കിൽ വയറുവേദന കുട്ടികളിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ഫാമിലിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂത്ത കുട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ അവനെ ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഇത്തരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ വയറുവേദനകൾ അവർ കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിലും എപ്പോഴും അവരെ ചീത്ത പറയാണ്, അല്ലെങ്കിൽ കൂടുതൽ കെയറിങ് ഉണ്ട്, അല്ലെങ്കിൽ എന്ത് വാശി പിടിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സാധനം കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാകുന്ന രീതിയിലും ഇത്തരത്തിൽ കുട്ടികൾക്ക് വയറുവേദന ഉണ്ടാവുന്നതായിട്ട് കാണിക്കാറുമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്നുള്ള സ്ട്രെസ്സ് പലപ്പോഴും അപ്പോൾ അവരുടെ അടുത്ത് ഇരുന്ന് വ്യക്തമായിട്ടും ചോദിക്കുക എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുക. പലപ്പോഴും ഇത്തരത്തിലുണ്ടാകുന്ന സ്ട്രെസ്സും നമ്മളെ വലിയ ആൾക്കാർക്ക് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അറിയാലോ നമുക്കുണ്ടാകുന്ന വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെയല്ലേ കുഞ്ഞു കുട്ടികളും, അവരത്ര പോലും വലുതായിട്ട് പോലും ഇല്ല. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന സ്ട്രെസ്സും പലപ്പോഴും കുഞ്ഞു കുട്ടികൾക്ക് വയറിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വയറിൽ കോളിക് പെയിൻസ് ഉണ്ടാക്കാറുണ്ട്. ഇനി നാലാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ചെറിയ കുട്ടികളിലൊക്കെ കാണുന്ന അപ്പൻഡിസൈറ്റിസിൻ്റെ ഇഷ്യൂസാണ്. എല്ലാവർക്കും അറിയാലോ, അപ്പൻഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൻകുടലിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഉപയോഗമില്ലാത്തൊരു പോർഷനാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഒരു വിരൽ പോലെ നിൽക്കുന്ന ഒരു വൻകുടലിൻ്റെ ഒരു കുടലിൻ്റെ പോർഷൻ തന്നെയാണ് അപ്പൻഡിക്സ്. ഇവിടെ പലപ്പോഴും മാലിന്യങ്ങളും മറ്റും കെട്ടിക്കിടന്ന് ഇവിടെ നീർക്കെട്ട് ഉണ്ടാകുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ കുഞ്ഞു കുട്ടികൾക്ക് അപ്പൻഡിക്സിൻ്റെ ഒരു സിംറ്റംസ് കാണിക്കാറുണ്ട്. ഇത് പലപ്പോഴും നമുക്ക് സ്കാനിങ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള വൈദ്യസഹായം തേടുന്നതായിരിക്കും നല്ലത്. അതല്ലാത്ത പക്ഷം ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുകൾ കൂട്ടാനും അത് പൊട്ടിയിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യത ഉണ്ടാകാറുണ്ട്. ഇനി അഞ്ചാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന UTI, അതായത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് ആണ്. കുട്ടികൾ പലപ്പോഴും സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ വെള്ളം കുടിക്കാൻ മടിയായിരിക്കും, അല്ലെങ്കിൽ ചില കുട്ടികളൊന്നും വെള്ളം കൊണ്ടുപോവാതെ കഥകൾ വരെ നമുക്ക് OP-യിൽ പലപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ, അതുപോലെ തന്നെ മൂത്രം പിടിച്ചു വെക്കുന്ന സാഹചര്യങ്ങൾ, പലപ്പോഴും കുട്ടികൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മൂത്രം പിടിച്ചു വെക്കുന്നൊരു ശീലം കണ്ടുവരാറുണ്ട്. ഇതേപോലെ ഒരുപാട് നേരം മൂത്രം പിടിച്ചു വെച്ച് കഴിഞ്ഞാലും UTIക്ക് കാരണമാവാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അവർ വെള്ളം കുടിപ്പിക്കുക, ഫ്രൂട്ട്സ് നന്നായിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ടോയ്ലറ്റ് മൂത്രം ഒഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പിടിച്ചു വെക്കാതെ മൂത്രം ഒഴിക്കാൻ പറയുക. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മൂത്രം ഒഴിക്കാൻ പറയുക. ഞാൻ ഈ മലബന്ധത്തിൽ ക്ഷമയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പല കുട്ടികളിലും ഈ മൂത്രം കംപ്ലീറ്റ് ഒഴിക്കാതെ ഒരു സാഹചര്യങ്ങളും പലപ്പോഴും കണ്ടുവരാറുണ്ട്. അതും നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിലും യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വാഷ് ചെയ്യുന്ന ഒരു ഹാബിറ്റും അവരിൽ ഉണ്ടാക്കിയെടുക്കുക, ഒരു നല്ലൊരു ശീലവും അവരിൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഇടയ്ക്കിടയ്ക്കുള്ള UTI ഉണ്ടാവുന്നത് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. ഇത് നമുക്ക് മൂത്രം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുണ്ടോ അല്ല കൾച്ചറൽ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാറുണ്ട്. ഇനി ആറാമത്തതും വളരെ കോമൺ ആയിട്ടും ഇന്ന് കുട്ടികളിൽ കാണുന്നതാണ് മിസെൻട്രിക് ലിംഫഡിനൈറ്റിസ് എന്ന് പറയുന്നത്. ഇതൊരു 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളിൽ ഇത് കാണാറുണ്ട്. അതായത് കഴല വീക്കം, നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോഴാണ് അതിന് ചുറ്റും ഉണ്ടാകുന്ന കഴലകൾ വീങ്ങുന്നത്. നമ്മളൊരു ജലദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ചെവിയുടെ ബാക്കിൽ, അതുപോലെ കഴുത്തിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ മണിബോളുകൾ പോലെ ഒരു രൂപപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ വയറിൻ്റെ ഉള്ളിലുണ്ടാകുന്നത്. ഈ വയറിൻ്റെ ഉള്ളിൽ നമുക്ക് കുടലിൽ എന്തെങ്കിലും നീർക്കെട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വിരശല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ കഴലുകൾ വീങ്ങും. ഇത് നമുക്ക് സ്കാനിങ് വഴി സ്കാനിങ് ചെയ്യുന്ന സമയത്ത്, കുഞ്ഞുകുട്ടികളെ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിൽ കാണാറുണ്ടാവാറുണ്ട് മിസെൻട്രിക് ലിംഫഡിനൈറ്റിസ് എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹോമിയോ മരുന്നുകൾ വഴി നമുക്ക് കംപ്ലീറ്റ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള വയറുവേദനകൾ. അതുകൊണ്ട് തന്നെ വേറെ സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ, പലപ്പോഴും നമ്മളൊരു പെയിൻ കില്ലർ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് പലരും കൊടുത്ത് കണ്ടിട്ടുണ്ടാകുക വയറുവേദന എന്ന് പറയുമ്പോൾ. പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് എന്താണ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഏഴാമത്തത് എന്ന് പറയുന്നത് വിരശല്യം തന്നെയാണ്. കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒരു 10-12 വയസ്സ് വരെ കുട്ടികളിൽ വിരയുടെ ശല്യം വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. നമ്മൾ കളിക്കാൻ വിടുന്നൊക്കെ സമയത്ത് അവർ മണ്ണിൽ കളിച്ചിട്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നഖം വെട്ടുന്നില്ല എന്നുണ്ടെങ്കിലും ഈ വിരയുടെ മുട്ടകളും മറ്റും ഈ നഖത്തിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യും. അത് എസ്പെഷ്യലി കോമൺ ആയിട്ട് കാണുന്നത് നഖം കടിക്കുന്ന ശീലമുള്ള കുട്ടികളിലും കൂടിയാണ്.
ഇത്തരത്തിലുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് വയറിൽ വേദന കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അസ്വസ്ഥതകൾ, എസ്പെഷ്യലി രാത്രിയൊക്കെ ഉണ്ടാകുന്ന വയറുവേദന, വിട്ടുവിട്ടുണ്ടാകുന്ന വയറുവേദനയൊക്കെ ഇത്തരത്തിൽ വിരശല്യം ഉണ്ടാകുന്ന സമയത്ത് കാണാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു 6 മാസമോ ഒക്കെ കൂടുന്ന സമയത്ത് വിരയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക. അത് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ, ഈ വിരശല്യം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സിമ്പിളായിട്ട്, ഇനി കുട്ടികൾക്ക് ടാബ്ലറ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയ ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ ഉണ്ടല്ലോ, കപ്പളങ്ങ എന്നൊക്കെ പറയുന്നത്, കറുമൂസ എന്നൊക്കെ പല നാട്ടിലും പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. ഇതിൻ്റെ വിത്ത് എടുക്കുക, ആ കറുപ്പ് കളറുള്ള സീഡ് അതെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് ഒരു കുഞ്ഞു നുള്ള് ടീസ്പൂൺ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക. ഇത് പലപ്പോഴും വിരശല്യം കുറയ്ക്കാനും ഈ കൂടുതൽ വയറിൽ കെട്ടിക്കിടക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒരു ടിപ്പ് എന്ന് പറയുന്നത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. അത് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. ആര്യവേപ്പിൻ്റെ ഇലയും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാലിൽ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റോ ആയിട്ട് ഒരു 5-10 ഇല എടുത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിലുള്ള വിരശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരമാവധി നമുക്ക് വിരയുടെ ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്ന വയറുവേദനയൊക്കെ ഈ ഒരു ടിപ്പ് വഴി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. പിന്നെ മറ്റൊരു കണ്ടീഷൻ, ഇനി 8ാമതായിട്ട് എസ്പെഷ്യലി ബോയ്സിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും കുഞ്ഞു കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പിടിച്ചിട്ടായിരിക്കും, അടിവയറ് പിടിച്ചിട്ടായിരിക്കും വേദന എന്ന് പറയുന്നുണ്ടായിരിക്കുക. അവരുടെ ബോൾസിന് അല്ലെങ്കിൽ ടെസ്റ്റിസിന്, വൃഷണത്തിന് എന്തെങ്കിലും നീർക്കെട്ട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് പിണഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇത്തരത്തിൽ വയറുവേദന എന്ന് പറയുന്ന ഒരു സിംറ്റം ആയിട്ടാണ് പലപ്പോഴും ബോയ്സ് കാണിക്കാറുള്ളത്. അപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു എമർജൻസി കണ്ടീഷനാണ്. ഇത്തരത്തിൽ ടോർഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഭാഗത്തോട്ടുള്ള രക്തയോട്ടം വരെ നിൽക്കുകയും അത് പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾക്കും കോംപ്ലിക്കേഷൻക്കും ഇടയാക്കാറുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള എമർജൻസി കാര്യങ്ങൾ എടുക്കുകയും പ്രിക്കോഷൻസ് കാര്യങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഇനി 9ാമത് പറയാനുള്ളത് പിത്തസഞ്ചിയിൽ ഉണ്ടാക്കുന്ന കല്ലും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് ചിലപ്പോൾ ത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കല്ലും, മൂത്രസഞ്ചിയിൽ ഉണ്ടാകുന്ന കല്ലും അതുപോലെ പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന കല്ലിൻ്റെ ഇഷ്യൂസും ഇതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളിൽ പലപ്പോഴും വയറുവേദന എന്നുള്ളൊരു സിംറ്റമായിട്ട് കാണിക്കാറുണ്ട്. ഇത് സിവിയർ ആയിട്ടുള്ള വയറുവേദന ആയിട്ടായിരിക്കും കുറച്ചുകൂടെ കാണിക്കാറുള്ളത്. പലപ്പോഴും പിത്തസഞ്ചിയിലൊക്കെ ഉള്ള കല്ലിൻ്റെ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി, ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ടായിരിക്കാം, ഷോൾഡറിൽ പെയിന് കാര്യങ്ങളുണ്ടായിരിക്കാം, ബാക്ക് പെയിൻ അവർ പറയുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ കിഡ്നിയിൽ ഉണ്ടാകുന്ന കല്ലുകൾ, വൃക്കയിൽ ഉണ്ടാകുന്ന കല്ലാണെന്നുണ്ടെങ്കിൽ 2 സൈഡിലായിട്ടായിരിക്കും അവർ പെയിന് കൂടുതലായിട്ട് പറയുന്നുണ്ടായിരിക്കും. പലപ്പോഴും മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ ചെറിയ ഒരു ബേണിങ് സെൻസേഷനൊക്കെ കുഞ്ഞു കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ ഇതും നമുക്ക് സ്കാനിങ് വഴി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ഇതൊക്കെ വളരെ റെയർ ആയിട്ട് കാണുന്നതാണ്, എന്നാൽ തന്നെയും ഇത് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്. ഇനി 10ാമതായിട്ടുള്ളതാണ് ഇൻറ്റർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചില നാട്ടിലൊക്കെ പറയാം കുടല് മറിയുക, കുടല് കയറുക, അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് ഈ സംഭവം. ഇതും ഒരു എമർജൻസി കണ്ടീഷനാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുടലിൻ്റെ ഉൾഭാഗത്തോട്ട് മറ്റൊരു കുടല് കയറി കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നൊരു നീർക്കെട്ടും അതുപോലെ തന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന വയറുവേദനയാണ്. ഇതും ഒരു എമർജൻസി കണ്ടീഷനാണ്. ഇത് വല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ മൈൽഡായിട്ടുള്ള പെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്നുകളും അതല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ പലപ്പോഴും ഇതൊരു എമർജൻസി കണ്ടീഷനായിട്ടാണ് വരാറുള്ളത്. അതുകൊണ്ട് ഇതും ഒരു 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കണം, സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ ഉണ്ടാകുന്ന ഇത്രയും വയറുവേദന കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ എന്താണെന്നുള്ളത് റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും അവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. അല്ലാതെ എപ്പോഴെപ്പോഴുള്ള വയറുവേദനയാണ്, നീ കള്ളത്തരം പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ഒരിക്കലും സ്ട്രെസ് കൂടുതൽ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ എന്താണ് കാരണങ്ങൾ എന്ന് കണ്ടെത്തിയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ഇപ്പോൾ അവർക്ക് ഹോമിയോ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടു കൂടെ അത് കഴിക്കുകയും ചെയ്യും. അവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എന്താണെന്നുള്ള കാരണം കണ്ടെത്തിയിട്ട് വേണം അവരെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ പല ന്യൂട്രിയൻ ഡെഫിഷ്യൻസികളും പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ വയറുവേദന ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതല്ല വേറെ വല്ല ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടും ശരീരത്തിൽ പിടിക്കാത്ത കണ്ടീഷൻ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇതേപോലെ വയറുവേദന ഉണ്ടാവാറുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഹോമിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്.
അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഏജും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതുമായിട്ട് നിങ്ങൾക്ക് ഇനി ട്രീറ്റ്മെൻറ്റോ കൺസൾട്ടിങ്ങോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.